ഇത്തിരി തലയ്ക്ക് പിടിച്ചപ്പം അവൾ എന്നാ എഴുതുന്നറിയാം, കുപ്പിയൊക്കെ ഗ്ലാസ്സും ഒക്കെ പൊക്കി പിടിച്ച് ഹായ് ഗൈസ് വി ആർ ഇൻ ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞ് സംഭവം എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു. കോട്ടയത്തിരുന്ന് ആരോ കണ്ടു, പ്രിൻസിപ്പലിനെ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തു. പ്രിൻസിപ്പൽ അപ്പം തന്നെ കൽപ്പന പുറപ്പെടുവിച്ചു, തിരിച്ചു പോര്, ഊട്ടി മൈസൂറൊന്നും പോകണ്ട, മതി, നിങ്ങൾ കണ്ടതൊക്കെ മതി. അപ്പോൾ ഈ 16 അപ്പനെയും അമ്മയും കൂട്ടി എൻ്റെ ക്ലിനിക്കിൻ്റെ വാതിക്കൽ, എനിക്കൊരു ക്ലിനിക്കാണ് കോട്ടയത്ത്, കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഞാനൊരു എഴുത്ത് കൊടുക്കണം എന്നാൽ ക്ലാസ്സിൽ കയറ്റത്തു. ഞാൻ ഈ കുട്ടികളെ ശ്രദ്ധിച്ചപ്പോൾ അതിനകത്ത് ഒരു കുട്ടി ഹിന്ദുവാണ്, ബാക്കി മുഴുവൻ കാത്തലിക്കോ മർത്തമയോ CSIയോ ഓർത്തഡോക്സോ യാക്കോബേറ്റോ ആണ്. നമ്മുടെ പിള്ളേരെ നമ്മൾ എവിടെ വളർത്തുന്നതിലാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്? പള്ളി കൊണ്ടുവന്നിട്ടാണോ? മാമോദിസ മുക്കാഞ്ഞിട്ടാണോ? സൺഡേ സ്കൂളിൽ വിടാഞ്ഞിട്ടാണോ? കുർബാന സ്വീകരിക്കാൻ ഇവരെ ഒരുക്കാഞ്ഞിട്ടാണോ? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വലിയ മോശമായ ഒരു തലമുറ വരികയാണ് നമുക്ക് പിറകിൽ. പേടിക്കണം നമ്മൾ. ഗ്രേറ്റ് ഒരുപാട് സന്തോഷം ഇത് കേട്ടപ്പോൾ. എന്തായാലും ഇതിനകത്ത് ഒരു മുസ്ലിം പേരുള്ള കുട്ടി ഇല്ലാഞ്ഞത് പോയത് കൊണ്ടാണ് ഈ വാർത്ത പുറം ലോകത്തേക്ക് അറിയാതെ പോയത്. നമ്മുടെ ഈ നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള ഫാദർ ഒക്കെ ഉണ്ടല്ലോ അല്ലേ, ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കാസ വീരന്മാരും അതുപോലെ തന്നെ നമ്മുടെ പൂഞ്ഞാറിന്റെ സ്വന്തം കുഞ്ഞാടായിട്ടുള്ള അപ്പി, നിങ്ങളൊക്കെ ഇതൊന്ന് കേക്ക് കേട്ടോ. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനൊന്ന് ക്ഷണിക്കുന്നത്. ഇവിടെ ഇസ്ലാം മത പണ്ഡിതന്മാർ അവരുടെ മതത്തെ സമൂഹത്തിൽ നല്ല മാർഗത്തിൽ നയിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ വരുന്ന ശ്രമങ്ങളെ 6-ാം നൂറ്റാണ്ടോ അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ചില ഊളകൾ ഈ നാട്ടിലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാരുടെ ഫോട്ടോസാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അതിൽ ഈ കാമിത എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കാരണം നിരന്തരം ഇങ്ങനെ വന്നിരുന്നുണ്ട് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലവാണമാണല്ലോ. മലവാണമേ, നിങ്ങൾ ഇതും കൂടെ ഒന്ന് കേൾക്കുക. ഈ ഫാദർ ഒരു പള്ളിയിൽ പ്രസംഗിക്കുന്നതാണ്, കുർബാനയ്ക്ക് ശേഷം പ്രസംഗിക്കുന്നതാണ്. ഇതൊന്ന് കേട്ടതിന് ശേഷം നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദും ഒരു കിണ്ണം കാച്ചിയ മറുപടി നൈസായിട്ട് കൊടുക്കുന്നുണ്ട്, കണ്ടുപോയിക്കോളൂ. തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയതാണോ ഫിലിമിൽ നിന്ന് കിട്ടിയാന്നറിയാം. ഇപ്പൊ ഫിലിമില്ലല്ല, ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ. ഇപ്പൊ പെൺപിള്ളേര് കാലിൽ ചരട് കെട്ടുന്നുണ്ട്, കറുത്ത. എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല കേട്ടോ. ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അതായത് വിദേശത്ത് വേശ്യമാരാണ് കാലുമേൽ, ഈ ഒരു കാലുമേൽ ചരടണം. വേശ്യ, പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പൊ ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, നിനക്ക് വേണോ വരാൻ തയ്യാറാണ്. അപ്പൊ ആ കാലിൽ നോക്കിയാൽ മതി, അവളെ പരിപാടിക്ക് കിട്ടും. ഇത് ഏതാ ഈ ഖത്തീബ്? ഏതാണ് ഈ പള്ളി? ഇത് ഖത്തീബ് അല്ലല്ലോ. ഇത് പള്ളിയിലച്ഛനല്ലേ? ഇത് ക്രിസ്ത്യൻ ദേവാലയമാണല്ലോ. ഇത് കുർബാനയ്ക്ക് ശേഷമുള്ള പ്രഭാഷണമാണല്ലോ. അച്ഛോ, ഏതായിരുന്നാലും പറഞ്ഞത് അഭിനന്ദനങ്ങൾ കേട്ടോ, വളരെ നല്ല കാര്യമാണ്. അത് അച്ഛൻ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. അച്ഛൻ അത് ഈ വേഷമായിരുന്നെങ്കിൽ, ഈ വേഷത്തിലാണ് ഇതൊക്കെ എന്ന് പറയുന്നെങ്കിൽ, അതും വിശ്വാസി സമൂഹത്തോട്, പൊതുസമൂഹത്തോട് എല്ലാമായിട്ടല്ല, വിശ്വാസി തൻ്റെ മുമ്പിലിരിക്കുന്ന അനുവാചകരോടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഈ വിഷയത്തിലെ ഗൗരവം, അവരുടെ വസ്ത്രധാരണ, അവരുടെ രീതിശാസ്ത്രം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്നൊക്കെയൊന്ന് അതിൻ്റെ ഒരു ചിട്ടയും മട്ടവും ഡിസിപ്ലിനൊക്കെ പറഞ്ഞു കൊടുത്താൽ പിന്നെ സ്ത്രീ വിരുദ്ധത, സ്ത്രീത്വത്തെ അപമാനിക്കൽ, വനിതാ കമ്മീഷന് പരാതി, വനിതാ കമ്മീഷന്റെ സ്വമേധയുള്ള കേസ്, പിന്നെ സാംസ്കാരിക നായകന്മാരുടെ കേസ്, പിന്നെ അതുകൂടാതെ മുസ്ലിം സമൂഹത്തിനിടയിലുള്ള കുറച്ച് സാംസ്കാരിക നായകന്മാരുണ്ട്, ഈ മതേതരത്വത്തിലേക്ക് നടക്കുന്ന, അവരുടെ വക വേറൊരു കേസ്. അങ്ങനെ മൊത്തത്തെ പറഞ്ഞാൽ ആ തലയെക്കെട്ടുകാരൻ്റെ അവസ്ഥ അതോടുകൂടി ദുർഗതിയായെന്ന് പറഞ്ഞാൽ മതി. ഇത് പള്ളിയിലച്ഛൻ പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഏതായിരുന്നാലും പ്രിയപ്പെട്ട പിതാവ്, ഇത് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ 6-ാം നൂറ്റാണ്ടുകാരും അപരിഷ്കൃത സമൂഹമാണ്. ഞങ്ങളുടെ സമൂഹത്തോട് അവർ പ്രബുദ്ധരാകാൻ വേണ്ടി, അവർ ഡിസിപ്ലിനുള്ള ഒരു സമൂഹമാകാൻ വേണ്ടി, ഉത്തമരും ഉദാത്തരുമാകാൻ വേണ്ടി ആ സമൂഹത്തോട് പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിക്കലും 6-ാം നൂറ്റാണ്ടുകാരും അപരിഷ്കൃത സമൂഹമായി മാറുകയാണ്. ഏതായിരുന്നാലും ഞങ്ങൾക്കിപ്പോൾ പണി കുറവാണ്. ഞങ്ങളുടെ പണി നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടല്ലോ. ഏറ്റെടുക്കുക എന്നുള്ളതല്ല, നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രബോധകനാണ് എങ്കിൽ, നിങ്ങൾ സമൂഹത്തിന് നന്മ ആഗ്രഹിക്കുന്നവനാണ് എങ്കിൽ നിങ്ങളിത് പറയേണ്ടി വരും. നിങ്ങൾ വ്യക്തിത്വമുള്ള, നിങ്ങൾ സമൂഹത്തോട് കടപ്പാടും പ്രതിബദ്ധതയുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ പക്ഷത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെയാണത്. സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഏതൊരാളും അത് തുറന്നു പറയും. അവനെ എന്ത് വിളിച്ചാലും, അപരിഷ്കൃതനെന്നോ 6-ാം നൂറ്റാണ്ടുകാരനെന്ന് വിളിച്ചാലും അവനത് പറയുക തന്നെ ചെയ്യും. ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇതൊക്കെ കേട്ടതാണ്. ഇനി നിങ്ങൾ കുറച്ചാലും പറയൂ, ഞങ്ങളിത് കേട്ടുകൊണ്ടേയിരിക്കാം. നിങ്ങൾ കേട്ടല്ലോ അല്ലേ?
ലാലി എന്ന് പറയുന്ന ആ സഹോദരി പറഞ്ഞതും ഈ ഫാദർ പറഞ്ഞതും എന്താണ് അവർ പറഞ്ഞത്? അവരുടെ സമുദായത്തിൽ നിന്നുള്ള കുട്ടികൾ വഴിപിഴച്ചു പോകുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവർ വ്യക്തമാക്കിയത്. ഇത് തന്നെയാണ് മറ്റു സമുദായത്തിലും അവരുടെ കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ ആ സമൂഹത്തെ നല്ല മാർഗത്തിൽ നയിക്കാനും സൽമാർഗം പറഞ്ഞു കൊടുക്കാനും വേണ്ടി അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ പഠിപ്പിക്കുമ്പോഴത്തേക്ക് അതൊരു ഇസ്ലാം മതത്തിലേക്ക് വരുമ്പോൾ മാത്രം അതിൽ മാത്രം തെറ്റുകൾ കണ്ടെത്തി അല്ലെങ്കിൽ അതിൽ മാത്രം ഇവർ പറയുന്നത് 6-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഈ ഊളകളോട് പറയാനുള്ളത് ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഈ വീഡിയോസിനൊക്കെ കുറിച്ചിട്ടൊക്കെ ഒന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ആംബിയർ, ധൈര്യം, നട്ടലിന് ഉറപ്പ് നിനക്കൊക്കെ ഉണ്ടോ? നിനക്കൊന്നും കാണില്ല. കാരണം ഇവിടുത്തെ കാസാടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയൊക്കെ അപ്പി നുണഞ്ഞു നടക്കുന്ന നിന്നെപ്പോലുള്ള സമൂഹത്തിൽ വെറുപ്പ് സൃഷ്ടിക്കുന്ന പുഴുത്ത ജന്മങ്ങൾക്ക് ഈ വെറുപ്പിന്റെ വാക്കുകളല്ലാതെ ഇതുപോലെ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ടാവില്ല. ഏതായാലും ആ ഒരു സഹോദരിക്കും ആ ഫാദർ അത് തുറന്നു പറയാൻ കാണിച്ച ആ മനസ്സിനും വലിയൊരു സല്യൂട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുള്ള നമ്മുടെ അൻസാരി സുഹൈരി ഉസ്താദിനും ഹൃദയം നിറഞ്ഞ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഇത് ഗുണകരമായി തോന്നുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊക്കെ നമ്മുടെ വലിയ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യില്ല. ഈ നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രിമിനൽ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വാർത്തയൊക്കെ അങ്ങോട്ട് കയറിയാനായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും